SSLC മോഡൽ എക്സാം 2026 സോഷ്യൽ ആൻസർ കീയാണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടേബിൾ മാച്ച് ചെയ്യാനായിരുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഓപ്ഷൻ സി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യുക. അതിൽ ആൻസർ ഓപ്ഷൻ സി. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി. ആറാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി നോർത്ത് അമേരിക്ക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി. അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് സ്റ്റീരിയോ ടൈപ്പ്, അതിൻ്റെ എക്സാമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇക്വിറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിൽ ഡ്രൈ സീസൺ എക്സ്പീരിയൻസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻ. അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ മെർസഡിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. അതിൻ്റെ ആൻസർ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് റീജിയനിൽ ഹ്യൂമിഡ് വിൻ്റർ സീസൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് റോൾ അറ്റാക്കിനെതിരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ട്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഉരുൾപൊട്ടൽ, അതുപോലെ വെതറിങ്ങുമായിട്ട് എന്താണ് ഡിഫറൻസ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുക. അടുത്ത 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 16ാമത്തെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ഫാമേഴ്സിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റിയുള്ളൊരു നോട്ട്. അടുത്തത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ലാംഗ്വേജിനെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റിനെ എൻറിച്ച് ചെയ്യണതിൽ റോൾ ഓഫ് റിലീജിയനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ആൻസറിൽ ഇന്ത്യയുടെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്തിനൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണതെന്ന് നോക്കുക. ബിലീവ്സ്, ആർട്ട്, ലിറ്ററേച്ചർ, പെയിൻറ്റിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആൻസർ ആവണം. അടുത്ത ക്വസ്റ്റ്യൻ എന്തൊക്കെ മെഷേഴ്സാണ് സജസ്റ്റ് ചെയ്യണത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആൻസർ സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ബയോ എനർജി. അത് വെച്ചിട്ടുള്ളൊരു നോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ന്യൂസ് ഹെഡ്ലൈൻ വായിച്ചിട്ട് അതിൻ്റെ സബായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെപ്പോ റേറ്റ്. ബി ക്വസ്റ്റ്യൻ അതിൻ്റെ ഇമ്പാക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും സ്വരാജ് പാർട്ടിയുടെ പോളിസി എങ്ങനെയാണ് ഡിഫർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടും അതുപോലെ ഇൻക്ലൂസീവ് ഗ്രോത്തിന് വേണ്ടിയിട്ടും ഗവൺമെൻറ് എടുത്ത സ്റ്റെപ്പിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിൽ വരുന്നതാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്കിങ് സിസ്റ്റം, മൈക്രോ ഫിനാൻസ്, ജാൻധൻ അക്കൗണ്ട്,
അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹെൽത്ത് സെക്ടറിൽ മോഡേൺ കേരളയുടെ അച്ചീവ്മെൻറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ അതിന് ആൻസർ അടുത്ത 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ്റെ റീസൺസ്. അതിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. എങ്ങനെയാണ് വോട്ട് സിസ്റ്റം തേർഡ് എസ്റ്റേറ്റ് ലെവലിലേക്ക് ലീഡ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ. അതിന് ആൻസർ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വെതറിങ് നമുക്ക് തരുന്ന ബെനിഫിറ്റ്സ്. അതിന് ആൻസർ ഫോർമേഷൻ ഓഫ് സോയിൽ, അതുപോലെ റോക്സിൽ നിന്ന് മിനറൽസ് സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, മിനറൽ എൻറിച്ച്മെൻറ്റ്, അതുപോലെ മൈനിങ് ഈസിയാക്കും. അതൊരു ബി ക്വസ്റ്റ്യൻ, എൻഡോജനിക് മൂവ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. എർത്ത് ക്വേക്കാണ്, അതെങ്ങനെയാണ് ഒക്കർ ചെയ്യണമെന്നുള്ള നോട്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ്, അതിൻ്റെ റീസൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, പെർ ക്യാപിറ്റ ഇൻകം എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, കേരളത്തിൽ നോളേജ് ബേസ്ഡ് എക്കണോമിക്ക് വേണ്ടിയിട്ട് എടുത്ത ഇനീഷ്യേറ്റീവ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് ആൻസർ യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി, കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ, കേരള നോളേജ് എക്കോണമി മിഷൻ. ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എയിം എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, റോൾ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ അതിന് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് എക്സാമ്പിൾ. അപ്പോൾ അതിന് ആൻസർ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മാപ്പ് തന്നിട്ടുണ്ടാവും. അതിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ആൻസേഴ്സ് മാപ്പിൽ മാർക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക സവർണയാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. എ എന്നുള്ള സ്ഥലത്ത് സവർണ മാർക്ക് ചെയ്യാം. അടുത്തത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ 55 ഡിഗ്രിക്കും 70 ഡിഗ്രിക്കും ഇടയിൽ ലൈ ചെയ്യണ ക്ലൈമാറ്റിക് റീജിയൺ. ആൻസർ ടൈഗ. സി ക്വസ്റ്റ്യൻ, എ ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക. അറ്റക്കാം ഡെസേർട്ടാണ്, അത് മാർക്ക് ചെയ്യാം. അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ, ഡൗൺസ്. അടുത്തത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 30ാമത്തെ ക്വസ്റ്റ്യൻ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ബിക്കം എ ചലഞ്ച് ടു ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ ആൻസർ അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഹ്യൂമാനിസ്റ്റ് ഐഡിയാസ് റെനൈസൻസ് പെയിൻറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ ആ പെയിൻറ്റിങ്സിൻ്റെ ഫീച്ചേഴ്സ് ഇതാ, അതുപോലെ പെയിൻറ്റേഴ്സും വർക്ക്സും എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതെങ്കിലും 4 എഴുതുക. അതുപോലെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ്, ഡിസ്റ്റൻസ് ഫ്രം സീ, ഓഷൻ കറൻസ്. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ, വോൾക്കാനിക് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.